24 എക്സ്ക്ലൂസീവ്. സംസ്ഥാനത്ത് CPIM BJP ഡീൽ ഉണ്ടെന്ന് ആവർത്തിക്കുന്നു മുതിർന്ന മുസ്ലിം ലീഗ് നേതാവ് KPA മജീദ്. ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരാണ് പലപ്പോഴും ഈ ഡീലുകൾക്ക് ഇടനിലനിന്നത്. ലോക്നാഥ് ബെഹ്റയും MR അജിത് കുമാറും ഡീലിന് ഇടനിലക്കാരായിട്ടുണ്ടെന്നും KPA മജീദ് 24നോട് പറഞ്ഞു. സംസ്ഥാന രാഷ്ട്രീയം ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഒരു ഡീൽ ആരോപണത്തെക്കുറിച്ചാണ്. ഈ വിഷയത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗിന്റെ മുൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ KPA മജീദ് നമ്മളോട് സംസാരിക്കുകയാണ്. ഇപ്പോൾ പല മണ്ഡലങ്ങളിലും അങ്ങനെ ഒരു ഡീൽ ഉണ്ടായിരുന്നു എന്നുള്ള ആരോപണങ്ങൾ പുറത്തു വരുമ്പോൾ പലപ്പോഴും UDF-നെ പ്രതികൂട്ടിൽ നിർത്തുന്നു. BJP-യുമായി ഡീലുണ്ടാക്കുന്നു, CPI-യുമായി ഡീലുണ്ടാക്കുന്നു എന്ന് BJP പറയുന്നു. സത്യത്തിൽ കേരളത്തിൽ അങ്ങനെ ഒരു ഡീൽ ഉണ്ടാക്കിയത് ഏത് മുന്നണിയാണ്, ആരുമായിട്ടാണ്? അല്ല, ഇത് വളരെ വ്യക്തമായൊരു കാര്യമാണ്. കാരണം വെച്ചാൽ BJP-യുമായി ഇവർ ഡീലുണ്ടാക്കിയെന്ന് വെറുതെ പറയുന്നതല്ല, കഴിഞ്ഞ കാല അനുഭവങ്ങളുടെ വെളിച്ചത്തിൽ പറയുകയാണ് അങ്ങനെ അവരുടെ ഡീല്. ആ ഡീല് നേരത്തെ തുടങ്ങിയതാണ്. കാരണം CM എന്ന് പറയുന്ന ഒരാളെ നേതൃത്വത്തിൽ തിരുവനന്തപുരത്ത് കോടിയേരി ബാലകൃഷ്ണനും പിണറായി വിജയനും മത്സ്യന്തെങ്കിലുമായി ചർച്ച നടത്തിയിരുന്നല്ലോ, അന്ന് ആരംഭിച്ചതാണ്. അതിന് പാരിതോഷികമായിട്ടാണ് M-ന് 3 ഏക്കർ സ്ഥലം തിരുവനന്തപുരത്ത് കൊടുത്തത്, ഓർമ്മ ഉണ്ടായിരുന്നു. അന്ന് തുടങ്ങിയതാണ്. ബഹാറ DGP ആയിരുന്നു, ബഹാറയുടെ നേതൃത്വത്തിൽ ഈ സംവിധാനം ഉണ്ടായിരുന്നു. ഇപ്പോൾ പൂരം കലക്കിയിട്ടുള്ള മാന്യുണ്ടല്ലോ പോലീസ് ഉദ്യോഗസ്ഥൻ അജിത് കുമാർ ഇതിൻ്റെ ഒരു ഭാഗമായിരുന്നു. അങ്ങനെ ഇവർ ഓരോ ആളുകളെയും വെച്ചിട്ട് BJP-യുമായി കഴിഞ്ഞ കുറേ കാലമായി ഡീല് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ഡീലിൻ്റെ ഭാഗമാണ് ഈ നടക്കുന്നതെല്ലാം. അപ്പോൾ അവർക്ക് BJP-ക്ക് 4-5 സീറ്റ് കൊടുത്താലും വേണ്ടിയില്ല, ഞങ്ങൾക്കൊരു 3-ാം ഭരണം വേണം. മലബാറിലെ ഏതെങ്കിലും ജില്ലയിൽ അങ്ങനെ ഒരു ഡീല് നടക്കുന്നതായി അങ്ങേക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? അപ്പോൾ പാലക്കാട് അടക്കമുള്ള പാലക്കാട് പിന്നെ കാസർഗോഡൊക്കെ ഇല്ലേ, എല്ലായിടത്തും ഉണ്ടല്ലോ. കാസർഗോഡ് പാലക്കാടൊക്കെ ഉണ്ട്. അവിടെ സ്ഥാനാർത്ഥി നിർണ്ണയവും സ്ഥാനാർത്ഥി വന്ന ആളുകൾ നോക്കിയിട്ടുണ്ടെങ്കിൽ അറിയാം എവിടെയാണ് ഡീലാണ്. മഞ്ചേശ്വരത്ത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ആശങ്കയുണ്ടാവും? മഞ്ചേശ്വരത്ത് ഒരാൾ നിർത്തിയല്ലോ, STP നിന്നില്ലേ. STP നിന്നതിൻ്റെ ബലം എന്തായിരിക്കും അറിയാലോ, എല്ലാവർക്കും അറിയാലോ. അതിൻ്റെ പിന്നിൽ ആരാണ്, അതിൻ്റെ പിന്നിലെ ഡീൽ എന്താണ്, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന. ഇത് ഞാൻ തിരഞ്ഞെടുപ്പ് കഴിയട്ടെ, ഇതിൻ്റെ ശരിയായ ഡീൽ എന്താണ്, ആരൊക്കെ ഇതിൻ്റെ മധ്യസ്ഥം വഹിച്ചത് എന്ന് വരാനിരിക്കുന്നുള്ളത് വലിയൊരു പൊട്ടിത്തെറിയായിരിക്കും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വരിക. CPM-ന്റെ അടിസ്ഥാന ഘടകം തന്നെ തകരും. കാര്യം കൂടെ, അപ്പോൾ ഞരളത്ത് ഹരിഗോവിന്ദൻ മുസ്ലിം ലീഗ് ചേർന്നു. കഴിഞ്ഞ ദിവസം പത്തനംതിട്ടയിലെ ഒരു മുതിർന്ന നേതാവ് മുസ്ലിം ലീഗ് ചേർന്നു. വരും ദിവസങ്ങളിലും ഇങ്ങനെ കൂടുതൽ ആളുകളുടെ കടന്നുവരവ് പാർട്ടിയിലേക്ക് ഉണ്ടാവും. അങ്ങനെയുള്ള കൂടിയാലോചനകൾ നടക്കുന്നുണ്ടോ? അല്ല, അതൊരു വിസ്മയത്തിൻ്റെ ഭാഗമാണ്. ഞങ്ങളാരും സമീപിക്കല്ല. ലീഗിൻ്റെ മതേതര സ്വഭാവം സംവിധാനം കണ്ട് ലീഗിലേക്ക് വരികയാണ്. അല്ലാതെ ഞങ്ങൾ പോയി ക്ഷണിച്ചു വരില്ല. എല്ലായിടങ്ങളിലും ലീഗിലേക്ക് വരാൻ വേണ്ടി പ്രമുഖരായിട്ടുള്ള പഴയ CPM-ൻ്റെ നേതാക്കന്മാരാവട്ടെ, ഈ സാംസ്കാരിക രംഗത്തെ ആളുകളാണെങ്കിലും വന്നുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അവരെല്ലാവരും സ്വാഗതം ചെയ്യുകയാണ്. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ കൂടുതൽ ആളുകൾ കടന്നു വരുമെന്ന് പറയാൻ പറ്റും? തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞോടുകൂടി കേരളത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാവും. അത് UDF-ന് അനുകൂലമായ മാറ്റമായിരിക്കും, ലീഗിന് അനുകൂലമായ മാറ്റമായിരിക്കും. താങ്ക് യു ശ്രീ KPA മജീദ്. അദ്ദേഹം ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷമായിരിക്കും യഥാർത്ഥത്തിലുള്ള ഡീൽ എന്ത് എന്നുള്ളത്, കേരളത്തിൽ നടപ്പാക്കപ്പെടുന്ന ഈ ഡീൽ എന്ത് എന്നുള്ളത് തെരഞ്ഞെടുപ്പ് ഫലം അതിന് ശേഷമാവും വ്യക്തമാവുക എന്നാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. ക്യാമറമാൻ ജിജീന്ദ്രനൊപ്പം നിഖിൽ പ്രമേഷ്, 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.